ഹായ് ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ കന്നഡ സ്കൈ-ഫൈ ഫിലിമായിട്ടുള്ള ബ്ലിങ്ക് ആണ്. മൂവി നടക്കുന്നത് 2021 അപൂർവ എന്നതാണ് നമ്മുടെ ഹീറോയുടെ പേര്. ഹീറോ ഡ്രാമ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. കാരണം ഹീറോയുടെ ഗേൾ ഫ്രണ്ടും അതേ ഡ്രാമ ഗ്രൂപ്പിലാണ് ഉള്ളത്. ഹീറോയിനെ കാണാൻ വന്നപ്പോഴാണ് അറിവ് എന്ന ആള് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഒരു കാര്യം പറയുന്നത്. അതായത് അപൂർവയുടെ അച്ഛൻ ജീവനോടെ ഉണ്ട് എന്ന്. അപൂർവ ഷോക്ക്ഡ് ആയി പോയി. കാരണം അപൂർവയ്ക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ സൂയിസൈഡ് ചെയ്തത്. എന്നാൽ എങ്ങനെയാണ് എല്ലാം നടക്കുന്നത് എന്ന് അപൂർവയ്ക്ക് മനസ്സിലാകുന്നില്ല. അറിവ് കൂടുതൽ ചോദിക്കാനോ പറയാനോ ഒന്നും നിൽക്കാതെ അവിടെ നിന്ന് ഡിസപ്പിയർ ആയി പോകുന്നു. ഇനി നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അപൂർവ ജീവിക്കുന്നത് എന്നാണ്. അപൂർവ സ്വപ്നയുടെ കൂടെയാണ് ജീവിക്കുന്നത്. അവർ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പിറ്റേ ദിവസം അപൂർവ ബുക്ക് വാങ്ങാൻ പോയപ്പോൾ അറിവിനെ കണ്ടു. എന്നാൽ കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നീട് കോളേജിൽ വെച്ച് അപൂർവയും സ്വപ്നയും ഒരു ഗെയിം കളിക്കുന്നു. അതായത് കണ്ണും കണ്ണും നോക്കിയിരിക്കുക എന്നത്. ബ്ലിങ്ക് ചെയ്യാതെ ഒരുപാട് നേരം അങ്ങനെ നിന്നതുകൊണ്ട് അപൂർവ ജയിക്കുന്നു. എന്നിട്ട് അപൂർവ നോക്കുമ്പോൾ വേറെ ഒരു അപൂർവ അറിവിന്റെ കൂടെ നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നീട് നോക്കുമ്പോൾ രണ്ടുപേരും ഡിസപ്പിയർ ആയി പോയി. കുറച്ചു നേരം കഴിഞ്ഞ് സ്വപ്നയുടെ മാസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നു. അയാളുടെ പേര് ഗോപാൽ എന്നാണ്. അങ്ങനെ സ്വപ്നയുടെ മാസ്റ്റർ ആയിട്ടുള്ള ഗോപാല് ഡ്രാമയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാവരും ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നീട് വീട്ടിലെത്തിയ അപൂർവ വീടിന് പുറത്ത് വേറൊരു അപൂർവയെ കാണുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അപൂർവയ്ക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം ഒരു ഇല്യൂഷൻ ആയിരിക്കും എന്ന് അയാൾ ഡൗട്ട് ചെയ്യുന്നു. പിന്നീട് അറിവിനെ കാണുന്നുണ്ട്. അറിവിനോട് ഇതെല്ലാം എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ എല്ലാം റൈറ്റ് ടൈമിൽ പറയാം എന്ന് പറയുന്നു. എന്നാൽ വേറെ ഒരു അപൂർവ അതേസമയം സ്വപ്നയുടെ കൂടെ സ്കൂട്ടറിൽ കറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് സ്വപ്നയെടുത്ത് എല്ലാ കാര്യങ്ങളും അപൂർവ പറയുമ്പോൾ അപൂർവയുടെ തോന്നലാണ് എല്ലാം ടെൻഷൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് സ്വപ്ന പറയുന്നു. പിന്നീട് സീൻ കട്ട് ചെയ്ത് നേരെ പോകുന്നത് 1996 അവിടെ നമ്മുടെ അപൂർവയുടെ അച്ഛനായിട്ടുള്ള ഗോപാലിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ അപൂർവയുടെ അച്ഛന്റെ ഫ്രണ്ടാണ് അറിവ്. സോ ഇവർ രണ്ടുപേരും കൂടി ഒരു ഗായകന്റെ കൺസേർട്ട് കാണാൻ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ അറിവിന്റെ ട്രെയിൻ മിസ്സായത് കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഗോപാൽ പറയുന്നത് തന്റെ വീട്ടിൽ താമസിക്കാമെന്ന്. അങ്ങനെ അപൂർവയുടെ അച്ഛനായിട്ടുള്ള ഗോപാൽ അറിവിനെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നു. അവിടെ വെച്ചിട്ടാണ് ഗോപാലിന്റെ വൈഫിനെയും അനിയത്തിയെയും ഗോപാൽ പരിചയപ്പെടുത്തുന്നത്. അനിയത്തിയുടെ പേര് ദേവയാനി എന്നാണ്. ഗോപാലിനും ദേവയാനിക്കും ചരിത്രങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ കുറിച്ച് പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ അവർക്കൊരു കളക്ഷൻ തന്നെയുണ്ട്. ഇവരുടെ കളക്ഷൻ ഇങ്ങനെയുള്ളതിന് ഇൻസ്പിറേഷൻ ആയത് രാജേന്ദ്രൻ എന്നൊരു ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും അയാളുടെ കയ്യിലുള്ള കാര്യങ്ങൾ അറിയാനായിട്ടും മൈസൂരിലേക്ക് ഗോപാലും അറിവും ദേവയാനിയും കൂടെ പോവുകയാണ്. സോ അവിടെ എത്തുമ്പോഴാണ് രാജേന്ദ്രൻ തന്റെ മകള് ഇപ്പോൾ കാണാതെ പോയെന്നുള്ള കാര്യം പറയുന്നത്. അവളെ നിങ്ങൾ കണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. സോ അതിനുശേഷം ദേവയാനിയെ പതുക്കെ പതുക്കെ അറിവിന് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് 2021 അപൂർവയെ കാണിക്കുന്നു. അയാൾക്കൊരു ജോലി കിട്ടി. 40,000 രൂപയാണ് മാസം ശമ്പളം. ഒരു കാർ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഫ്യൂച്ചറിൽ നിന്നുള്ള അപൂർവ കാറിനുള്ളിൽ വരുന്നത്. എന്നിട്ട് ജോലിക്ക് പോകരുത് എന്ന് അയാൾ പറയുന്നു. എന്നാൽ നമ്മുടെ പ്രസന്റിലെ ഹീറോ അതൊന്നും കേൾക്കുന്നില്ല. അവിടെ നിന്ന് മറ്റേ അപൂർവ ഡിസപ്പിയർ ആയി പോകുന്നത് നമ്മൾ കാണുന്നു. പിന്നെയും അപൂർവയ്ക്ക് ഒരു തോന്നലാണ് ഇതൊക്കെ എന്താണ് എന്നുള്ളത് മനസ്സിലാകാത്ത രീതിയിൽ. ഇതൊക്കെ കണ്ടുപിടിക്കണമെന്നും അയാൾ ആലോചിക്കുന്നു. അതിനുശേഷം ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അത് അറിവിന്റെ വീടാണ് എന്ന് മനസ്സിലാക്കുന്നത്. അത് ശരിക്കും ജോലിയൊന്നും അല്ലായിരുന്നു. അറിവ് തന്നെ ആണ് നമ്മുടെ അപൂർവയെ അങ്ങോട്ടേക്ക് വിളിച്ചത് ജോലി എന്നുള്ള രീതിയിൽ. എന്നിട്ട് പറഞ്ഞു ഒരു പണിയുണ്ട്, അത് ചെയ്താൽ 10 ലക്ഷം രൂപ തരാം എന്ന്. അപ്പോഴാണ് അപൂർവയോട് സ്പെഷ്യൽ പവേഴ്സിനെ കുറിച്ച് അറിവ് പറയുന്നത്. അതായത് അപൂർവയ്ക്ക് ഒരുപാട് നേരം കണ്ണു ചിമ്മാതെ നിൽക്കാൻ പറ്റുമെന്നും ആ നിൽക്കുന്ന ടൈമിൽ എങ്ങോട്ടെങ്കിലും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നും പറയുന്നു. പക്ഷെ അതിനു വേണ്ടി ഒരു ഐ ഡ്രോപ്പ് ഉണ്ട്. ആ ഐ ഡ്രോപ്പ് കണ്ണിലൊഴിച്ചാൽ ഒരുപാട് നേരം ബ്ലിങ്ക് ചെയ്യാതെ നിൽക്കാം എന്നും അതേസമയം വേറെ ഏതെങ്കിലും ടൈം ലൈനിൽ പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്നും അപൂർവയോട് അറിവ് പറയുന്നു. ഇതേ സമയം കണ്ണു ചിമ്മിയാൽ തിരിച്ച് പ്രസന്റിലേക്ക് എത്തും എന്നും അപൂർവയോട് അറിവ് പറയുന്നുണ്ട്. അച്ഛൻ മരിച്ച ടൈമിലേക്ക് പോകാനാണ് അപൂർവ നോക്കുന്നത്. അച്ഛൻ സൂയിസൈഡ് ചെയ്തതിൽ നിന്നും അപൂർവയ്ക്ക് അച്ഛനെ തടയണം എന്നാണ് അപൂർവ അറിവിനോട് പറയുന്നത്. എന്നാൽ അത് കറക്റ്റ് ഏത് സമയത്താണെന്ന് അറിയില്ല. ആ സമയത്താണ് അറിവ് ഒരു വാച്ച് നമ്മുടെ അപൂർവയ്ക്ക് കൊടുക്കുന്നത്. അതിന്റെ സഹായത്തോടെ ടൈം സെറ്റ് ചെയ്യാം എന്നും അറിവ് പറയുന്നു. അറിവ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അപൂർവ ചെയ്യുന്നുണ്ട്. എന്നാൽ മിസ്റ്റേക്ക് പറ്റി സ്വപ്നയുടെ ആ ഗെയിം കളിച്ച ടൈമിലേക്കാണ് പോകുന്നത്. അതിനുശേഷം മിസ്റ്റേക്ക് പറ്റി വേറെ എവിടേക്കോ പോയി അപൂർവ. പിന്നീട് അച്ഛന്റെ അടുത്ത് എങ്ങനെയൊക്കെ എത്തിച്ചേർന്നെങ്കിലും അച്ഛനെ സൂയിസൈഡ് ചെയ്യുന്നതിൽ നിന്നും തടയാൻ നമ്മുടെ അപൂർവയ്ക്ക് കഴിയുന്നില്ല. അതിന് മുമ്പ് തന്നെ അപൂർവ അറിയാതെ കണ്ണ് ബ്ലിങ്ക് ചെയ്തു പോകുന്നു. ബ്ലിങ്ക് ചെയ്ത് റിയാലിറ്റിയിൽ തിരിച്ചെത്തിയ അപൂർവ എന്നിട്ട് അച്ഛനെ രക്ഷിക്കാനായി രാജേന്ദ്രന്റെ മകൾ കാണാതായ ആ ടൈമിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവിടെ ചെന്നപ്പോൾ രാജേന്ദ്രന്റെ മകൾ കല്യാണിയെ കാണിക്കുന്നുണ്ട്. അവിടുത്തെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അറിവ് കല്യാണിയെ രക്ഷപ്പെടുത്തുന്നു. അതേപോലെ തന്നെ
തന്നെ നമ്മുടെ അപൂർവയും സ്വന്തം അച്ഛനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അറിവ് ആ സമയത്ത് കല്യാണിയെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ അറിവിന്റെ കയ്യിൽ നിന്നും മോതിരം തറയിൽ വീണു പോകുന്നു. എന്നാൽ വെള്ളത്തിൽ ചാടി നമ്മുടെ ഹീറോ അപൂർവ അച്ഛനെ രക്ഷപ്പെടുത്തുന്നതും അതേസമയം കാണിക്കുന്നുണ്ട്. പക്ഷെ ബ്ലിങ്ക് ചെയ്തത് കൊണ്ട് തന്നെ അപൂർവ 2021 തിരിച്ചെത്തി. അപ്പോൾ സ്വപ്നയുടെ സർ ആയിട്ടുള്ള ഗോപാൽ മാസ്റ്ററിനെ കാണിക്കുന്നു. അയാൾ അപൂർവയുടെ കൂടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. എന്നാൽ പിറ്റേന്ന് അയാൾ മരിച്ചു പോകുന്നു. അപ്പോഴാണ് ഡ്രാമ ഗ്രൂപ്പിൽ നിന്നും ഗോപാൽ മാസ്റ്റർ എഴുതിയ പുതിയ ഡ്രാമയെ കുറിച്ച് അറിയുന്നത്. അത് ടൈം ട്രാവൽ ബേസ്ഡ് ആണ്. അതിൽ അറിവ് എന്ന ആളെ കുറിച്ച് പറയുന്നു. ഇത് കേട്ട് ഡൗട്ടായ അപൂർവ ആ സ്റ്റോറിയുടെ PDF വാങ്ങും. എന്നിട്ട് വായിച്ചു നോക്കും. അപ്പോഴാണ് ഗോപാൽ മാസ്റ്റർ ശരിക്കും അപൂർവയുടെ അച്ഛനാണ് എന്ന് മനസ്സിലാക്കുന്നത്. 1996 രക്ഷപ്പെട്ടത് കൊണ്ട് 2021 അയാൾ മരിക്കുന്നത്. അങ്ങനെ പുസ്തകം വായിക്കുമ്പോൾ എന്തൊക്കെയോ ഗോപാലിന്റെ ജീവിതത്തിൽ വലുതായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ അപൂർവയ്ക്ക് മനസ്സിലാകുന്നു. അതെന്തൊക്കെയാണെന്ന് നമ്മുടെ ഹീറോ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് അറിവും ദേവയാനിയും കല്യാണം കഴിക്കുന്നു. ഗോപാലിന്റെ വൈഫ് ഒരിക്കലും അമ്മയാകില്ല എന്നുള്ള കാര്യം ഡോക്ടർ ഗോപാലിനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് വിഷമിച്ച് തിരിച്ച് വരുമ്പോഴാണ് ഒരു കാര്യം ഗോപാൽ കാണുന്നത്. അതായത് അറിവ് ഒരു സൂട്ട് കേസ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഒരു ഐ ഡ്രോപ്പ് എടുത്ത് കണ്ണിലൊഴിക്കുമ്പോൾ പെട്ടെന്ന് ഡിസപ്പിയർ ആയി പോകുന്നു. അങ്ങനെ അറിവ് ടൈം ട്രാവൽ ചെയ്യുന്നത് ഗോപാൽ കാണുന്നു. എന്നാൽ അതേ സൂട്ട് കേസ് ഉപയോഗിക്കാൻ ഗോപാൽ ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല. എന്നാൽ അതിൽ ടൈം ട്രാവൽ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഗോപാൽ ടൈം ട്രാവലിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പുസ്തകങ്ങൾ വായിക്കുന്നു. ഗർഭിണിയായിരുന്നു ദേവയാനി. ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു. ഗോപാലും അയാളുടെ ഭാര്യയും ആ കുട്ടിയെ നോക്കുന്നു. ആ കുട്ടി വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ അപൂർവയാണ്. അപൂർവ ഈ കാര്യം മനസ്സിലാക്കുന്നു. അതായത് അയാളുടെ അച്ഛൻ അറിവ് ആണ് എന്ന്. എന്നിട്ട് അപൂർവ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഗോപാൽ മാസ്റ്റർ വീട്ടിൽ വരുന്ന ടൈമിൽ ഗോപാൽ മാസ്റ്ററിനോട് താൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്ന് പറയുന്നു. താനാണ് ആ കുട്ടി എന്നും പറയുന്നുണ്ട്. സോ ഇത് കേട്ട് അയാൾ താങ്ങാൻ പറ്റാതെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അങ്ങനെയാണ് ഗോപാൽ മാസ്റ്റർ മരിക്കുന്നത്. സോ ഇതൊക്കെ അറിഞ്ഞ് ഒരുപാട് വിഷമം തോന്നും നമ്മുടെ അപൂർവ. അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്ന അപൂർവയോട് ജോലിക്ക് പോകണ്ട എന്ന് പറയുന്നു. അതാണ് നമ്മൾ ആ സീനിൽ കണ്ടത്. അങ്ങനെ അപൂർവ അവസാനം അറിവിനോട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് താൻ എല്ലാം മനസ്സിലാക്കി എന്ന് അപൂർവ അറിവിനോട് പറയുന്നു. എന്നാൽ അറിവ് പറയുന്നുണ്ട്, നീ അറിഞ്ഞതും മനസ്സിലാക്കിയതും ഒന്നുമല്ല സത്യം, വേറെ ഒന്നാണ് എന്ന്. എന്നിട്ട് ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് അറിവ് പറയുന്നു. ശരിക്കും അറിവ് ഫ്യൂച്ചറിലെ അപൂർവയാണ് എന്ന് പറയുന്നു. അതായത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയുടെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള സപ്നയുമായിട്ട് ബ്രേക്കപ്പ് ആവും. അതിൽ ഒരുപാട് വിഷമിച്ചിട്ട് നമ്മുടെ ഹീറോ മൈസൂർ ജോലിക്ക് പോകും. അവിടെ വെച്ച് അരവിന്ദ് എന്നയാളെ പരിചയപ്പെടും. അയാൾ ടൈം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ഡ്രോപ്പ് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കും. അത് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് പെർമനൻ്റ് ആയിട്ടും 2 ടെമ്പററി ആയിട്ടും. ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ബ്ലിങ്ക് ചെയ്താൽ തിരിച്ച് പ്രസന്റിലേക്ക് വരാൻ പറ്റുക. എന്നാൽ പെർമനൻ്റ് ആയി ഉപയോഗിച്ചാൽ അത് തിരിച്ച് പ്രസന്റിലേക്ക് വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ടൈം ട്രാവൽ ചെയ്ത് ഐ ഡ്രോപ്പ് ഉപയോഗിച്ച് ആള് മരിക്കണം, അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള ആ റിങ് പൊട്ടിച്ച് കളയണം. അങ്ങനെ 1 വർഷം മാത്രമേ അതിനുശേഷം നിൽക്കാൻ പറ്റുകയുള്ളൂ. ആ 1 വർഷത്തിലാണ് ദേവയാനിയെ കാണുന്നതും പ്രണയിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ. എന്നാൽ രാജേന്ദ്രന്റെ മകളെ രക്ഷപ്പെടുത്തുന്ന ടൈമിൽ മോതിരം പൊട്ടിപ്പോവുകയും അവിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ എങ്ങനെയൊക്കെ അത് വീണ്ടെടുത്ത് ഇനി 1 വർഷം മാത്രമേ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അറിവ് അവിടെ നിന്ന് പോകുന്നു. അതാണ് നമ്മുടെ ഗോപാൽ കാണുന്നത്. അങ്ങനെ ഗോപാൽ അറിവിന്റെ മകനെയും പിന്നെ ദേവയാനിയെ നോക്കുന്നു. എന്നാൽ പിന്നീട് മോതിരം തിരിച്ചെടുത്ത അറിവ് 2032 ടൈം ട്രാവൽ ചെയ്ത് കൊൽക്കത്തയിൽ പോയിട്ട് അരവിന്ദന്റെ കയ്യിൽ നിന്നും പിന്നെയും ഐ ഡ്രോപ്പ് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും മോതിരം ശരിയാക്കിയിട്ട് ടൈം ട്രാവൽ ചെയ്യുന്നു. പക്ഷെ മാറി വേറെ ഏതൊക്കെയോ ടൈം ലൈനിൽ പോകുന്നു. പിന്നീട് 2001 വന്നപ്പോഴാണ് ദേവയാനി മരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. എന്നാൽ അപൂർവയെ കുറിച്ച് അറിവ് അറിയുന്നു. എന്നാൽ ഗോപാലിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന സമയത്ത് ഗോപാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറിവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നിട്ട് കൊല്ലുകയും ചെയ്യുന്നു. ഇതിൽ കുറ്റബോധം തോന്നുന്ന ഗോപാൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. പിന്നീട് നമ്മൾ ഗോപാലിനെ രക്ഷപ്പെടുത്തുന്ന അറിവിനെയാണ് കാണുന്നത്. എന്നാൽ അവിടെ വേറൊരു സംഭവം നടക്കുകയാണ്. അങ്ങനെ ഗോപാലിന്റെ കൈ കൊണ്ട് അറിവ് മരിച്ചത് കൊണ്ട് തന്നെ 2021 അയാൾ തിരിച്ചെത്തി. അവിടെ വെച്ചാണ് ഐ ഡ്രോപ്പ് ബാൻ ചെയ്ത കാര്യം അയാൾ മനസ്സിലാക്കുന്നത്. എന്നാലും അയാൾ എങ്ങനെയെങ്കിലും ഒക്കെ ടൈം ട്രാവൽ ചെയ്ത് പിന്നെ 2054 പോയി അവിടെ വെച്ച് വേറൊരു മരുന്നിനെ കുറിച്ച് അറിയുന്നു. എന്നാൽ തനിക്കിനി അങ്ങനെയൊന്നും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ ഈ ലൂപ്പ് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനുവേണ്ടി അപൂർവയെ കൊല്ലുന്നതാണ് അയാൾ ഒരു സൊല്യൂഷനായി കണ്ടെത്തിയത്. അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവസാനമായി അപൂർവ സ്വപ്നയെ കാണാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ കാണാൻ
കാണാൻ വേണ്ടി പോകുന്ന സീനാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതായത് സ്വപ്നയും അപൂർവയും കൂടി ഒരു സ്കൂട്ടറിൽ പോകുന്നത്. അവര് രണ്ടുപേരും കൂടി റെസ്റ്റോറന്റിലാണ് പോകുന്നത്. അവിടെ വെച്ച് സ്വപ്ന ഒരു റിങ് അവൾക്ക് കൊടുക്കും. എന്നിട്ട് അവനെ പ്രപ്പോസ് ചെയ്യും. ഈ മോതിരം അറിവ് പറഞ്ഞ സെയിം മോതിരമാണ്. അതായത് രാജേന്ദ്രന്റെ മകൾ കല്യാണിയെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ താഴെ വീണ മോതിരം. അപ്പോഴാണ് പറയുന്നത് കല്യാണിയുടെ മകളാണ് സ്വപ്ന എന്ന്. എന്നിട്ട് അറിവിനെ കൊന്ന് ലൂപ്പ് നശിപ്പിക്കാനായിട്ട് അപൂർവ തീരുമാനിക്കുന്നു. അതായത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അപൂർവ തീരുമാനിക്കുകയാണ് അറിവിനെ കൊന്നാൽ ഈ ലൂപ്പ് മൊത്തത്തിൽ നശിക്കുമെന്ന്. അങ്ങനെ ആദ്യം അപൂർവ അറിവിനെ കൊല്ലുന്നു. എന്നിട്ട് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുന്നു. അപ്പോഴാണ് സ്വപ്നയെ നമ്മൾ കാണുന്നത്. സ്വപ്നയും ഡിസപ്പിയർ ആയി പോകുന്നു. അങ്ങനെ അറിവും അപൂർവയും മരിച്ചത് കൊണ്ട് തന്നെ അവരുടെ എക്സിസ്റ്റൻസും ഭൂമിയിൽ നിന്ന് പോകുന്നു. അതുപോലെ തന്നെ അപൂർവ രക്ഷപ്പെടുത്തിയ രാജേന്ദ്രന്റെ മകളുടെ മകളായിട്ടുള്ള സ്വപ്നയുടെ എക്സിസ്റ്റൻസും ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്നു. മൂവിയുടെ എൻഡിൽ നമ്മൾ കാണുന്നത് അപൂർവയും സ്വപ്നയും വേറെ ഏതോ പാരലൽ ലോകത്ത് നിൽക്കുന്നതായിട്ടാണ്. ഈ മൂവി കുറച്ച് കുഴഞ്ഞു മറിഞ്ഞൊരു മൂവിയാണ്. ഈ മൂവിയുടെ സമ്മറി പറയുകയാണെങ്കിൽ നമ്മുടെ ഹീറോയാണ് അപൂർവ. അപൂർവയുടെ ഫ്യൂച്ചർ സെൽഫാണ് അറിവ് എന്ന് പറയുന്ന ആള്. അയാൾ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിൽ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലൂപ്പിൽ പെട്ടുപോകുന്നു. ആ ലൂപ്പ് എൻഡ് ചെയ്യാനായിട്ടാണ് അപൂർവയും അറിവും ശ്രമിക്കുന്നത്. അവസാനം നമ്മുടെ ഹീറോ അപൂർവ ആ ലൂപ്പ് എൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഹീറോ ഹെൽപ്പ് ചെയ്ത രാജേന്ദ്രന്റെ മകളുടെ മകളായിട്ടുള്ള സ്വപ്നയുടെ എക്സിസ്റ്റൻസും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പാരലൽ യൂണിവേഴ്സിൽ താമസിക്കുന്നതാണ് നമ്മുടെ മൂവിയുടെ എൻഡിൽ കാണുന്നത്. സോ നമ്മുടെ മൂവി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. സി